മക്കളെ 2026 എയിംസ് BSc നേഴ്സിംഗിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. ആദ്യം അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നും പിന്നീട് അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽ, അതായത് എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നോക്കാം. സൈറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. aimsexams.ac.in എന്നുള്ള സൈറ്റിൽ കയറുക. അങ്ങനെ ഒരു സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്കിവിടെ അക്കാഡമിക് കോഴ്സസ് എന്ന് കാണാം. ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ ഇതിന് താഴേക്ക് അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഈ അണ്ടർ ഗ്രാജുവേറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് MBBS, BSc ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റ് കാണും. ഇതിൽ ഈ BSc ഓണേഴ്സ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ BSc ഓണേഴ്സ്, BSc കോഴ്സ് അറ്റ് എയിംസ് ഫോർ 2026 സെഷൻ എന്നൊക്കെ ഉണ്ടാവും. ഇതിൽ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ പ്രോസ്പെക്ടസ് ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ, റിസൾട്ട്, ലോഗിൻ ടു അപ്ലൈ ഉണ്ടാവും. ഈ ലോഗിൻ ടു അപ്ലൈ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ലോഗിൻ ടു അപ്ലൈ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും, ഇവിടെ നിങ്ങളുടെ ID ഉണ്ടാവും, അപ്ലിക്കേഷൻ ഡീറ്റെയിൽ, അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആണ്, ഡോക്യുമെൻറ്റുകൾ അക്സെപ്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവാം. ഇതിങ്ങനെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആവും. അതിൻ്റെ പ്രിൻ്റ് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ ലോഗിൻ ചെയ്ത് കയറുന്നത് തുടങ്ങി സൈറ്റ് അഡ്രസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കൊടുത്താൽ അഡ്മിറ്റ് കാർഡ് കിട്ടും. ഇനി അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. 2 സെഷനായിട്ടാണ് എക്സാം നടക്കുന്നത്. ഇനി എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് നോക്കുക. ഇങ്ങനൊരു അഡ്മിറ്റ് കാർഡ്, ഒറ്റ പേജേ ഉള്ളൂ. ആ ഒരു പേജിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ടൈറ്റിൽ ഉണ്ടാവും. അഡ്മിറ്റ് കാർഡ് ഈസ് വാലിഡ് ഓൺലി ഇഫ് പ്രിന്റഡ് വിത്ത് ഡൊമൈൻ IP അഡ്രസ്, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് പ്രിന്റിംഗ്. അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് വാലിഡ് ആവുക? ഡൊമൈൻ IP ഉണ്ടാവണം, അല്ലെങ്കിൽ IP അഡ്രസ് ഉണ്ടാവണം, ഡേറ്റ് ഉണ്ടാവണം, ടൈം ഓഫ് പ്രിന്റിങ്ങിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ മേലെ IP അഡ്രസ് ഉണ്ട്, ഇവിടെ ഡേറ്റ് ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്. ഇത് 3 ഉണ്ടെങ്കിലേ അഡ്മിറ്റ് കാർഡ് വാലിഡ് ആവൂ. മറക്കരുത്, ഇത് 3 ഉണ്ടാവണം. അത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതിൻ്റെ താഴേക്ക് വന്നാൽ BSc ഓണേഴ്സ് നേഴ്സിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ എയിംസ് ന്യൂഡൽഹി ആൻഡ് അതർ എയിംസ് ഓഗസ്റ്റ് 2026 സെഷൻ. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ. ഇനി ഇവിടെ കുട്ടിയുടെ പേരുണ്ടാവും, ഇവിടെ കുട്ടിയുടെ റോൾ നമ്പർ ഉണ്ടാവും, ഏത് ID കാർഡ് ഉപയോഗിച്ചാൽ രജിസ്റ്റർ ചെയ്തെന്നുണ്ടാവും, ID കാർഡിൻ്റെ നമ്പർ ഉണ്ടാവും, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, കാൻഡിഡേറ്റ് ID ഉണ്ടാവും, കാറ്റഗറി ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ജെൻഡർ ഉണ്ടാവും തുടക്കത്തിൽ തന്നെ. ഇനി താഴേക്ക് നോക്കിയാൽ എക്സാമിനേഷൻ സെൻറ്ററും ടൈമിങ്ങും ഉണ്ടാവും. ഇവിടെ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ആൻഡ് ടൈമിംഗ് എന്നൊരു ടൈറ്റിൽ ഉണ്ടാവും, അതായത് ഫോട്ടോയുടെ തൊട്ട് താഴെ. അവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്, സാറ്റർഡേ, ശനിയാഴ്ച 27-ാം തീയതിയാണ്, ജൂൺ 27-ാം തീയതിയാണ് എക്സാം. റിപ്പോർട്ടിംഗ് ടൈം 6:30-ക്കാണ്. എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോളിലേക്ക് എൻട്രി ചെയ്യുക 7 മണി തുടങ്ങി 8:30 വരെയുള്ള സമയത്താണ്. എൻട്രി ക്ലോസർ ടൈം 8:30-ആണ്. അതായത് ഈ 8:30-ക്ക് ശേഷം ഒരാളെ പോലും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ ഏറ്റവും സേഫ് എന്താണ്? ഈ 6:30 to 7 അവിടെ എത്തുകയാണ് ഏറ്റവും സേഫ്. ഓക്കെ. എക്സാമിൻ്റെ ടൈമിങ് 9 മണി തുടങ്ങി 11 മണി വരെയാണ്. ഇവിടെ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽ താഴെ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ എന്നൊക്കെയുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻസ്ട്രക്ഷൻസ് നോക്കുക. കാൻഡിഡേറ്റ് മസ്റ്റ് റിപ്പോർട്ട് ആസ് ഇൻഡിക്കേറ്റഡ് ആൻഡ് നോ കാൻഡിഡേറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു എൻ്റർ ആഫ്റ്റർ ദ എൻട്രി ക്ലോസർ ടൈം. ക്ലോസിംഗ് ടൈമിന് ശേഷം ഒരാളെ പോലും പെർമിറ്റ് ചെയ്യില്ല. Then no candidate shall be permitted to leave the examination hall before the end of the exam. എക്സാം കഴിയാതെ പുറത്തും വിടില്ല. And all candidates are required to read the instruction available with the admit card. ഇതിന് താഴെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് നിർബന്ധമായിട്ടും വായിച്ചിട്ടുണ്ടാവണം. ഇനി ഡിക്ലറേഷനാണ്. ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസിൽ ഇവിടെ നിങ്ങളുടെ പ്ലേസും ഡേറ്റും ഉണ്ടാവണം, ഇവിടെ കുട്ടിയുടെ സിഗ്നേച്ചറും ഉണ്ടാവണം. ഇത് എപ്പോൾ ഇടാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിഗ്നേച്ചർ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വേണമെങ്കിലും ഇടാം. എക്സാം ഹോളിൽ ചെന്നിട്ട് മുമ്പ് ഇട്ടിട്ട് ചെല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ സൈനാണ്, സിഗ്നേച്ചറാണ്, എപ്പോൾ വേണേലും ഇടാം. ഹോളിൽ ചെന്നിട്ട് ഇട്ടാലും മതി. ഇവിടെ നിങ്ങളുടെ പ്ലേസും ഡേറ്റും, അതായത് എക്സാം എഴുതുന്ന സ്ഥലമാവണമെന്നില്ല, നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എഴുതിയാലും മതി, ഇവിടെ ഡേറ്റും എഴുതാം. ഓക്കെ, ഇതാണ് അതിൻ്റെ തുടക്കത്തിൽ. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ഹു കനോട്ട് റൈറ്റ് ആർ റിക്വസ്റ്റഡ് ടു അഫിക്സ് ദെയർ ലെഫ്റ്റ് ഓർ റൈറ്റ് തമ്പ് ഇംപ്രഷൻ. സൈൻ ചെയ്യാൻ പറ്റാത്ത ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് തമ്പ് ഇംപ്രഷൻ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് സിഗ്നേച്ചർ. സിഗ്നേച്ചറിന് പകരം അത് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ വേണമെങ്കിലും എടുക്കാം ഈ സ്പേസിൽ. ഇനി ഇതിന് താഴെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻസ് ഇതാണ്. ആ പേജ്, ആ പേജിൻ്റെ 3ാമത്തെ പോർഷൻ ഒറ്റ പേജാണ്. ആ പേജിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ ഫോട്ടോയും ഡീറ്റെയിലും, രണ്ടാമത് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, 3ാമത്തത് ഇൻസ്ട്രക്ഷൻ. ഒരു പേജിൽ 3 പാർട്ടായിട്ടാണ്. ഈ 3ാമത്തെ പാർട്ടിൽ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം.
ഈ ഇൻസ്ട്രക്ഷൻസ് ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ആദ്യം നോക്കുക, പ്ലീസ് ക്യാരി വിത്ത് യു ഓൺലി. നിങ്ങളുടെ കൂടെ എന്തു മാത്രമേ കരുതാവൂ? ഒന്ന് അഡ്മിറ്റ് കാർഡ്, ദാറ്റ് ആസ് എ ക്ലിയർ പ്രിന്റ് ഓഫ് യുവർ അപ്ലോഡഡ് ഫോട്ടോഗ്രാഫ്. മേലെ കൊടുത്തിരിക്കുന്ന ക്ലിയർ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ, അതായത് അതിൽ ഓൾറെഡി ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ക്ലിയർ ആയി കാണുന്ന രീതിയിലൊരു അഡ്മിറ്റ് കാർഡ് ആൻഡ് യുവർ സിഗ്നേച്ചർ ഓൺ എബോവ് ദ ഡിക്ലറേഷൻ. മേലെ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ്റെ താഴെയുള്ള സൈൻ ചെയ്യണം. അപ്പോൾ അത് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോവാം. ഫോട്ടോ ക്ലിയർ ആയിരിക്കണം. പ്രിഫറബിളി അഡ്മിറ്റ് കാർഡ് കളർ ആയിക്കോട്ടെ. അപ്പോൾ ഇനി ഇത് കളർ വേണോ, കളർ നിർബന്ധമാണോ എന്നൊന്നും ചോദിക്കേണ്ട, കളർ എടുത്തേക്കൂ, ആ പ്രശ്നമില്ല. ദെൻ യു വിൽ നോട്ട് ബി അലൗഡ് ഫോർ എക്സാമിനേഷൻ വിതൗട്ട് അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡ് ഇല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യില്ല. ആൻഡ് വാലിഡ് ഐ ഡി പ്രൂഫ്. വാലിഡ് ഐ ഡി പ്രൂഫ് നിങ്ങൾ മേലെ കൊടുത്തിരിക്കുന്ന ഐ ഡി പ്രൂഫ്, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് കൊടുത്ത ഐ ഡി പ്രൂഫ്, അത് ആധാർ ആണെങ്കിൽ ആധാർ, എന്താണോ കൊടുത്തിരിക്കുന്നത് ആ ഐ ഡിയുടെ ഒറിജിനലും ഉണ്ടാവണം. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. ഒന്ന് അഡ്മിറ്റ് കാർഡ് പ്ലസ് ഐ ഡി പ്രൂഫ്. ഇതാണ് നിങ്ങൾ എക്സാമിനേഷൻ ഹോളിൽ കൊണ്ടുപോകേണ്ടത്. ഇനി എക്സാമിനേഷൻ ഹോളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്യാൻ എയിംസിന് അധികാരമുണ്ട് എന്നൊരു ഡിക്ലറേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ആദ്യത്തെ സെഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അഡ്മിറ്റ് കാർഡ് ഈസ് ഇഷ്യൂഡ് പ്രൊവിഷണലി ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ആപ്ലിക്കേഷൻ ഫ്രം ജസ്റ്റ് ടു അലോ ടു അപ്പിയർ ദ എക്സാമിനേഷൻ. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് പ്രൊവിഷണലി തന്നിരിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ്. ഇതിനുശേഷം നിങ്ങൾ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് കൗൺസിലിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ ഏതെങ്കിലും തെറ്റാണെന്ന് കണ്ടാൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ആകുമെന്നാണ് അർത്ഥം. ഓക്കെ, അത് ഇപ്പം നിലവിൽ ബാധിക്കുന്ന കാര്യമല്ല. അതുപോലെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? ഡു നോട്ട് ക്യാരി എനി പ്രോഹിബിറ്റഡ് ഐറ്റംസ്. മൊബൈൽ ഫോൺ, വാച്ച്, ഇലക്ട്രോണിക് ഐറ്റംസ് ഇങ്ങനെ ഒന്നും നിങ്ങളെ പെർമിറ്റ് ചെയ്യില്ല. ദെൻ ഒരു സാധനവും സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുകയില്ല. നിങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ ഇതൊന്നും സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റി അവർ തരില്ല. അതേപോലെ ഡ്രഗ് യൂസ് ചെയ്തിട്ട് പെർമിറ്റ് ചെയ്യില്ല. അതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന കോഴ്സിനെയും ഒക്കെ നോക്കിയേക്കുക, നഴ്സിങ്ങിനാണോ എന്നൊക്കെയുള്ളത്. ഇതിലുള്ള ചേഞ്ചൊന്നും ഇപ്പോൾ അനുവദിക്കുകയില്ല. അടുത്തത്, എയിംസ് നിങ്ങളുടെ ബയോമെട്രിക്സ് അല്ലെങ്കിൽ ഐറിസ് ഒക്കെ ക്യാപ്ചർ ചെയ്യും, സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂവിൻ്റെ പേരിൽ. അതേപോലെ റിലീജിയസ് ഡ്രസ്സ്, മതപരമായ വേഷങ്ങൾ ഉപയോഗിക്കുന്നവർ, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം നേരത്തെ ആക്കുന്നത് നന്നായിരിക്കും. അതായത് നിങ്ങൾ മതപരമായ ഡ്രസ്സ് ഉപയോഗിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാം. റഫ് വർക്കിന് വേണ്ടി ഒരു സിംഗിൾ റഫ് ഷീറ്റ് നിങ്ങൾക്ക് തരും. അത് മതിയായില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ബാക്കിലും റഫ് വർക്ക് ചെയ്യാം. ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എക്സാം സെൻറ്ററിൽ കൊടുത്തിട്ട് വേണം പോരാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി എടുത്ത് വീട്ടിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഈ ഡൗൺലോഡ് ചെയ്ത കോപ്പി മെയിലിലോ മറ്റോ അറ്റാച്ച് ചെയ്തിട്ടേക്കുക. ഇനി ഒരു ആവശ്യം, അതായത് അലോട്ട്മെൻറ്റിന് പോകുമ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് വേണം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി കയ്യിൽ സൂക്ഷിക്കുക. നീറ്റിൻ്റെയും ഒക്കെ അഡ്മിറ്റ് കാർഡ് മിസ്സായ ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അപ്പോൾ അതുപോലെ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ CUETയുടെ കേസ് അല്ലെങ്കിൽ ഐഷ് മൈസൂരിൻ്റെ കൗൺസിലിങ്ങിന് പോയപ്പോഴൊക്കെ പകുതി പേരുടെ കയ്യിലും അഡ്മിറ്റ് കാർഡ് ചിലപ്പോൾ ഉണ്ടാവില്ല, അതൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിക്കുക. ഇനി ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഫോർ ഇൻറ്റേർണൽ യൂസാണ്. ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് റോളില്ല. ഇവിടെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ സിഗ്നേച്ചറും മറ്റുമാണ്. ഇതൊന്നും നിങ്ങൾ തൊടേണ്ടതല്ല. ഈ പോർഷൻ, ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ പോർഷൻ നിങ്ങൾ തൊടേണ്ടതല്ല. ഇനി ഇതിൽ മറ്റൊരു കേസ് പറഞ്ഞിരിക്കുന്നത് അഡ്മിറ്റ് കാർഡിൻ്റെ കേസിൽ, ഇത് ഞാൻ വേറൊരു അഡ്മിറ്റ് കാർഡിൻ്റെ എക്സാം ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അവിടെയും 27-ാം തീയതിയാണ് എക്സാം. പക്ഷേ റിപ്പോർട്ടിംഗ് ടൈം 11:30-ക്കാണ്. എൻട്രി ടൈം 12 മണിക്കാണ്. 11:30 തുടങ്ങി 12 വരെയുള്ള സമയത്ത് എൻട്രി ചെയ്യാം. 1:30-ക്കാണ് എൻട്രി ക്ലോസിംഗ്. ഇതിന് ശേഷം പെർമിറ്റ് ചെയ്യില്ല. 2 to 4 ആണ് എക്സാം. ഞാൻ മുമ്പ് കാണിച്ച അഡ്മിറ്റ് കാർഡിൽ 9 to 11 ആണ്. 9 തുടങ്ങി 11 മണി വരെ ഡേ സെഷൻ ആണെങ്കിൽ ഈ അഡ്മിറ്റ് കാർഡുള്ള കുട്ടിക്ക് 2 to 4 ആണ്, ആഫ്റ്റർനൂൺ ആണ്. 2 സെഷനായിട്ടാണ് നടക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഈ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എപ്പോഴാണ് എക്സാം എന്നും എപ്പോഴാണ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇത് മാറിപ്പോയാൽ മറ്റൊരു സമയത്ത് ഡേ സെഷനുള്ള ഒരു ആഫ്റ്റർനൂൺ സെഷൻ പോയിട്ട് കാര്യമില്ല, ശ്രദ്ധിക്കുക, മിസ്സാവരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽ കൂടി നോക്കാം. എക്സാമിനേഷന് BSc നേഴ്സിംഗിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽ 2 മണിക്കൂർ എക്സാമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നുകിൽ 9 തുടങ്ങി 11 വരെയുള്ള സമയവും അല്ലെങ്കിൽ 2 to 4 ഞാൻ സമയം കാണിച്ചിരുന്നു. 2 മണിക്കൂർ എക്സാമാണ്. അതിൽ ഫിസിക്സിൻ്റെ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രിയുടെ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ബയോളജിയുടെ 30 ക്വസ്റ്റ്യൻ, ജനറൽ നോളജ് 10 ക്വസ്റ്റ്യൻ, അങ്ങനെ 100 ക്വസ്റ്റ്യനാണ്. ആ 100 ക്വസ്റ്റ്യനായിട്ട് 2 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻ 120 മിനിറ്റാണ് ഉണ്ടാവുക. ഇനി മാർക്കിംഗ് സ്കീം നോക്കുക. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും റോങ് ആൻസറിന്. അതായത് ഓരോ കറക്റ്റ് ഉത്തരത്തിനും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുമെങ്കിൽ ഓരോ ഇൻകറക്റ്റിനും -1/3 ആണ്. 3/1 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് നഷ്ടപ്പെടും. ഇനി നോ ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ഫോർ ക്വസ്റ്റ്യൻ നോട്ട് ആൻസേർഡ്. ആൻസർ ചെയ്യാത്തതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അല്ലെങ്കിൽ ആൻസർ ചെയ്യാത്തതിന് 0 ആണ്. മാർക്ക്ഡ് ഫോർ റിവ്യൂ ആണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങൾ മാർക്ക്ഡ് ഫോർ റിവ്യൂ വെച്ചൊന്ന് വിചാരിക്കാം.
നിങ്ങളൊരു മാർക്ക് ചെയ്തു, റിവ്യൂ കൊടുത്തു, അല്ലെങ്കിൽ റിവ്യൂവിന് വെച്ചു, അത് എക്സാം കഴിയുമ്പോൾ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാത്തതായിട്ട് കൺസിഡർ ചെയ്യും. ഈവൻ ആ ആൻസർ ശരിയായിരുന്നെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാത്തത്. നിങ്ങൾ സേവ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആൻസർ കൺസിഡർ ചെയ്യപ്പെടൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്താൽ സേവ് ചെയ്യണം. മാർക്ക്ഡ് ഫോർ റിവ്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചതാണ്. എക്സാം കഴിയുന്നതിന് മുമ്പ് അത് സേവ് ചെയ്തില്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയി പോവും. അത് 0 ആണ് മാർക്കിംഗ് ഉണ്ടാവുക. ദെൻ മോർ ദാൻ വൺ ഓപ്ഷൻ വിൽ ബി നെഗറ്റീവ്ലി മാർക്ക്ഡ്. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലും, അതായത് ഒരു ക്വസ്റ്റിന് 2 ആൻസർ ചെയ്താൽ പോലും നെഗറ്റീവ് മാർക്കിംഗ് ആണെന്ന് ഓർക്കുക. 0 മാർക്ക് വിൽ ബി ഗിവൺ ഫോർ ക്വസ്റ്റ്യൻസ് നോട്ട് ആൻസേർഡ്. നോട്ട് ആൻസേർഡിനും മാർക്ക് ഫോർ റിവ്യൂവിനും 0 ആണ്. ആൻസർ ചെയ്തില്ലെങ്കിലും ഫോർ റിവ്യൂവിന് വെച്ചാലും 0 ആണ്. റോങ് ആണെങ്കിൽ 1/3, ശരിയാണെങ്കിൽ +1. ഒന്നിലധികം ഓപ്ഷൻ ചൂസ് ചെയ്താലും നെഗറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അപ്പോൾ ഓൾമോസ്റ്റ് അഡ്മിറ്റ് കാർഡ് എടുക്കുന്ന വിധം, അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ, എക്സാമിനേഷന് പോവേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാമിൻ്റെ പാറ്റേൺ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.